നമസ്കാരം. വ്യക്തമായ തീവ്രവാദ സ്വഭാവത്തോടെ കേരളത്തിൽ നടന്ന കൊടും ക്രൂരകൃത്യമായിരുന്നു തൊടുപുഴ ന്യൂമാൻ കോളേജ് അധ്യാപകനായിരുന്ന പ്രൊഫസർ ടി.ജെ. ജോസഫിന്റെ കൈപ്പത്തി വെട്ടിമാറ്റിയ സംഭവം. കേരള മനസാക്ഷിയെ ഞെട്ടിച്ച കേസിലെ പ്രധാന പ്രതി അശമന്നൂർ, നൂലേലി, മുടശ്ശേരി സവാദ് ആണ്. 13 വർഷത്തിന് ശേഷം ഈ പ്രതിയെ NIA അറസ്റ്റ് ചെയ്തിരിക്കുന്നു. ലോകം മുഴുവൻ പ്രതിക്കായി തെരച്ചിൽ നടത്തുമ്പോൾ നമ്മുടെ കേരളത്തിൽ കണ്ണൂരിലെ മട്ടന്നൂരിനടുത്തുള്ള ബേരത്ത് ഇയാൾ സകുടുംബം കഴിയുകയായിരുന്നു. മട്ടന്നൂർ പോലെ ഒരു മേഖലയിൽ ഒളിവിൽ കഴിഞ്ഞിട്ടും സവാദിനെ കണ്ടെത്താനാകാതെ പോയത് എന്തുകൊണ്ടാണ്? കാസർഗോട്ട് നിന്ന് വിവാഹം ചെയ്തിട്ടും ഇയാളെ തിരിച്ചറിഞ്ഞില്ലേ? ആരും അറിയാതെ ഇത്രയധികം കാലം ഒളിവിൽ കഴിയാൻ ആരൊക്കെയാണ് സഹായിച്ചത്? ചോദ്യങ്ങൾ നിരവധിയാണ്. ഉത്തരം കണ്ടെത്തേണ്ടത് അന്വേഷണ ഏജൻസികളാണ്. അത് ആ വഴിക്ക് നടക്കട്ടെ. സവാദിന്റെ അറസ്റ്റോടെ രാഷ്ട്രീയ ആരോപണങ്ങളും ശക്തമാവുകയാണ്. കേരളം തീവ്രവാദികൾക്ക് സുരക്ഷിത താവളമെന്നാണ് BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രന്റെ ആരോപണം. രാജ്യത്ത് ഭീകരന്മാർ ഒളിവിൽ കഴിയാൻ പറ്റുന്ന സ്ഥലമായി കേരളം മാറി. IS റിക്രൂട്ട്മെന്റ് നടക്കുന്നത് കണ്ണൂരിൽ നിന്നാണ് എന്നും K. സുരേന്ദ്രൻ കടത്തിപ്പറയും. 2024 പൊതു തെരഞ്ഞെടുപ്പ് മുന്നിൽ നിൽക്കെ തീവ്രവാദം വീണ്ടും രാഷ്ട്രീയ ചർച്ചകളിൽ നിറയുകയാണ്. ദ ഇലക്ഷൻ ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇലക്ഷൻ ചാനലിൽ ഇന്ന് എന്നോടൊപ്പം ചേരുന്നത് പൊളിറ്റിക്കൽ ഡെസ്കിൽ നിന്നും തെരഞ്ഞെടുപ്പ് വിശകലന വിദഗ്ധൻ കൂടിയായ മനു ഭരത്താണ്. മനു, കൈവെട്ട് കേസ് ഒരു കാലഘട്ടത്തിൽ കേരളത്തിന്റെ മനസാക്ഷിയെ ഒന്നടങ്കം ഞെട്ടിച്ച സംഭവം ആയിരുന്നു. ഒരുപക്ഷെ തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് വേരോട്ടമില്ലാത്ത പ്രദേശം എന്ന് അഭിമാനപൂർവ്വം കരുതിയിരുന്ന കേരളത്തിലേക്കടക്കം മതനിന്ദയുടെ പേരിൽ ആയിരുന്നു ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകുന്നത്. ഒരു അധ്യാപകൻ ചോദ്യപേപ്പറിൽ നടത്തിയ പരാമർശങ്ങൾ അത് മതനിന്ദയാണ് എന്ന് ആരോപിച്ചുകൊണ്ടായിരുന്നു അധ്യാപകന്റെ കൈവെട്ടുന്നത്. അതിനു മുമ്പ് ചില സംഘടനകൾ ഒക്കെ പ്രവർത്തിച്ചിരുന്നു, ക്യാമ്പുകൾ ഉൾപ്പെടെ നടന്നിരുന്നുവെങ്കിൽ പോലും ഇങ്ങനെയൊരു ആക്രമണത്തിലേക്ക് കടക്കുക, അത് നേരിട്ട് എന്ന് ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ അന്നും ഈ കൈവെട്ട് കേസിന് വലിയ രാഷ്ട്രീയ പ്രാധാന്യമുണ്ടായിരുന്നു. പിന്നീട് പ്രതികൾ ശിക്ഷിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അപ്പോഴും പ്രധാന പ്രതി ഒളിവിൽ തന്നെയായിരുന്നു. കേരളത്തിൽ നിന്ന് തന്നെ ഈ പ്രതി അറസ്റ്റിലാകുമ്പോൾ, കണ്ണൂർ പോലെയുള്ള ഒരു പ്രദേശത്ത് നിന്ന് അറസ്റ്റിലാകുമ്പോൾ, ഈ പ്രതി സകുടുംബം താമസിച്ചിരുന്നു എന്ന് അറിയുമ്പോൾ വീണ്ടും രാഷ്ട്രീയ ചർച്ചകളിലേക്ക് തീവ്രവാദം കടന്നു വരികയാണ്. സ്വാഭാവികമായും ഇനി തെരഞ്ഞെടുപ്പ് അടുക്കുന്നതോടുകൂടി തീവ്രവാദം വീണ്ടും ഒരു പ്രധാന ചർച്ചാ വിഷയം ആകും. നമുക്കിപ്പോൾ കർണാടക തെരഞ്ഞെടുപ്പിൽ അവിടെ നമ്മൾ കണ്ടു, പ്രധാനമായും BJP ഉന്നയിച്ച ഒരു ആരോപണം ഈ കോൺഗ്രസിന് വോട്ട് ചെയ്യുന്നത് PFIക്ക് വോട്ട് ചെയ്യുന്നതിന് തുല്യമാണ് എന്നതായിരുന്നു. മധ്യപ്രദേശിലും അതുപോലെ രാജസ്ഥാനിലും ഒക്കെ ഇതേ ആരോപണം. PFI റാലികൾക്ക് അനുമതിയുണ്ട്, അതേസമയം ഹിന്ദു വിഭാഗം നടത്തുന്ന ശോഭായാത്രകളാകട്ടെ അല്ലെങ്കിൽ രാംനവമി യാത്രയാകട്ടെ അതുപോലുള്ള യാത്രകൾക്കൊക്കെ നേരെ അക്രമം നടക്കുന്നു എന്നൊക്കെയുള്ള ഒരു രാഷ്ട്രീയ ആരോപണം ഉന്നയിക്കുകയാണ്. അപ്പോൾ ഇതിനിടയിലാണ് NIA രാജ്യവ്യാപകമായി വളരെ ശക്തമായ നീക്കങ്ങൾ നടത്തുകയും ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഈ ഒരു അറസ്റ്റ് ദേശവ്യാപകമായി ഒരു ചർച്ചയാകും. ഇനി വരും ദിവസങ്ങളിൽ ഇത് BJP നേതാക്കൾ അവരുടെ പ്രചരണ പരിപാടികളിൽ ഉപയോഗിക്കും എന്ന കാര്യം തർക്കമില്ല. ഈ കൈവെട്ട് കേസിൻ്റെ ഒരു ചരിത്രം നമുക്കറിയാമല്ലോ. പിന്നെ PT കുഞ്ഞുമുഹമ്മദിൻ്റെ തിരക്കഥയിലെ രീതിശാസ്ത്രം എന്ന പുസ്തകത്തിൽ നിന്നുള്ളൊരു ഭാഗം, അവിടെ ഒരു ഭ്രാന്തനും ദൈവവും തമ്മിൽ നടത്തുന്ന ഒരു സംവാദം, അതിനെയാണ് ഈ ഭ്രാന്തൻ്റെ എന്ന പേരിന് പകരമാണ് ഈ അധ്യാപകൻ ഇവിടെ മറ്റ് ഒരു ന്യൂനപക്ഷ വിഭാഗത്തിൽ ആളുകൾ ഉപയോഗിക്കുന്ന ഒരു പേര് മുഹമ്മദ് എന്ന രീതിയിലുള്ള പേര് ഉപയോഗിക്കുന്നത്. ഇതാണ് ഈ സംഘത്തെ പ്രകോപിപ്പിക്കുകയും ഇത് പിന്നീട് ഇങ്ങനെയൊരു ഇത് 2010 മാർച്ച് 31 മലയാളം പരീക്ഷയ്ക്ക് സെക്കൻഡ് സെമസ്റ്റർ BComൻ്റെ മലയാളത്തിൻ്റെ പരീക്ഷയിൽ ഒരു ഇന്റേണൽ എക്സാമിനേഷനാണ് ഇങ്ങനെ ഒരു ചോദ്യപേപ്പറിൽ ഈ പരാമർശം വരുന്നത്. പിന്നെ അത് അടുത്ത ദിവസം, അതായത് ആ കോളേജിൽ മാത്രം നടന്ന ഒരു പരീക്ഷ ഏതാനും വിദ്യാർത്ഥികൾ, ഒരുപക്ഷെ ഈ ഡിഗ്രി എന്നോ അല്ലെങ്കിൽ PG എന്നൊക്കെ പറയുമ്പോൾ എത്രത്തോളം കുറച്ച് വിദ്യാർത്ഥികളാകും എന്ന് ഉദ്ദേശിക്കാവുന്നതേ ഉള്ളൂ. സെക്കൻഡ് സെമസ്റ്റർ BComലെ വിദ്യാർത്ഥികളാണല്ലോ. അപ്പോൾ സ്വാഭാവികമായും അതിനുശേഷം
ഈ വിഷയം പത്രങ്ങളിൽ ഒരു പത്രത്തിൻ്റെ പ്രാദേശിക പേജിൽ മാത്രം വരുന്നൊരു വിഷയമാണ്. അതിനപ്പുറത്തേക്ക് അതിന് വലിയ മാനങ്ങൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ അന്ന് അത് രാഷ്ട്രീയ വിഷയമായിരുന്നു. കോൺഗ്രസും അതുപോലെ തന്നെ ലീഗുമൊക്കെ ഈ വിഷയത്തിൽ ഒരു പ്രതിഷേധം എന്ന രീതിയിൽ ഉള്ള നിലപാടുകൾ ഉണ്ടായിരുന്നു. അവർ വിദ്യാർത്ഥി സംഘടനകൾ പ്രതിഷേധ മാർച്ചൊക്കെ നടത്തി. പക്ഷേ അതിനെയെല്ലാം അമ്പരിപ്പിച്ചുകൊണ്ടാണ് ഈ 2010 ജൂലൈ 4-ന് ഈ അതിക്രൂരമായൊരു സംഭവം ഉണ്ടാകുന്നത്. അപ്പോൾ മതത്തിൻ്റെ പേരിൽ സാധാരണ മറ്റൊരാൾ ആക്രമിക്കുന്നതിനപ്പുറത്തേക്ക് മതത്തിൻ്റെ പേരിൽ ഒരു വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാവുന്ന ഒരു സംഭവമായിരുന്നു അത്. സാധാരണഗതിയിൽ ഇത് ഉത്തരേന്ത്യയിലോ മറ്റോ ആയിരുന്നെങ്കിൽ ചിലപ്പോൾ ഒരു വർഗീയ സംഘർഷങ്ങൾക്ക് വരെ സാധ്യത ഉണ്ടാകും. ഏതായാലും കേരളത്തിലെ ജനങ്ങൾ വളരെ സംയമനത്തോടു കൂടി ആ കേസിനെ കാണുകയും ഒക്കെ ചെയ്തു. NIA ഈ കേസ് ഏറ്റെടുക്കുകയും ചെയ്തു. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഈ സവാദിൻ്റെ താമസം, പ്രത്യേകിച്ച് കണ്ണൂർ ഇപ്പോൾ ഒരു വലിയ ചർച്ചാ വിഷയമാണ്. ഇപ്പോൾ ഗവർണറുടെ ഒരു പരാമർശം വന്നു, കലോത്സവത്തിൽ കണ്ണൂർ മികച്ചതായി. അപ്പം ആ പരാമർശം പിന്നെ അങ്ങോട്ട് നീട്ടിക്കൊണ്ടുപോയി വിവാദങ്ങളിലേക്ക്. കണ്ണൂർ ബ്ലഡി കണ്ണൂറല്ല, ബ്യൂട്ടിഫുൾ കണ്ണൂറാണ് എന്ന് പറഞ്ഞു. ഇപ്പോൾ വീണ്ടും കണ്ണൂരിൽ ഒരു തീവ്രവാദ കേസിലെ പ്രധാന വ്യക്തി അവിടെ താമസിക്കുന്നു, മരപ്പണിയെടുക്കുന്നു, കുടുംബമായി ജീവിക്കുന്നു. അത് എന്തുകൊണ്ട് അവിടുത്തെ പോലീസിന് അവിടുത്തെ സ്വാഭാവികമായ പറയുമ്പോൾ അത് കണ്ണൂരിലെ ജനതയെ എല്ലാവരെയും സ്പർശിച്ചുകൊണ്ട് പറയുന്നതല്ല പലപ്പോഴും. കണ്ണൂരിനെ കുറിച്ച് പറയുമ്പോൾ കണ്ണൂര് സ്വാഭാവികമായി ഒരു നേട്ടമുണ്ടാകുമ്പോൾ അവിടുത്തെ ജനതയ്ക്ക് അഭിമാനമുണ്ടാകും. അല്ലെങ്കിൽ ഒരു കോട്ടം വരുമ്പോൾ അത് എൻ്റെ നാട്ടിലാണെങ്കിൽ സ്വാഭാവികമായും ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ അല്ല, ഇയാൾ സ്വാഭാവികമായും എറണാകുളംകാരനാണ്. ഈ എറണാകുളംകാരനായ ആൾ കണ്ണൂരിൽ പോയി താമസിച്ചു എന്നതാണ് സുരേന്ദ്രൻ ഇപ്പോൾ പറയുന്നത്. കണ്ണൂരിൽ പാർട്ടി ഗ്രാമങ്ങളുണ്ട്. ആ ഒരു ആരോപണത്തിന് BJPക്ക് വഴി തുറക്കാനും ഇത് ഞാൻ പറഞ്ഞു വന്നത് ഇപ്പോൾ കണ്ണൂരുകാരൊന്നും തീവ്രവാദത്തെ കൃത്യമായാണ് പറയുന്നത്. കണ്ണൂർ പോലെ അല്ലെങ്കിൽ മട്ടന്നൂർ പോലെയുള്ള ഒരു പ്രദേശത്ത് സുരേന്ദ്രൻ പറഞ്ഞത് പാർട്ടി ഗ്രാമം എന്ന തരത്തിലാണ് പറയുന്നത്. അതെ, പാർട്ടി ഇതിനെ പിന്തുണയ്ക്കുന്നു എന്ന ഒരു സൂചനയാണ് അദ്ദേഹം നൽകുന്നത്. പക്ഷേ കണ്ണൂർ സ്വതവേ വളരെ ഞാൻ അവിടെയൊക്കെ ഇഷ്ടംപോലെ ജോലി ചെയ്തിട്ടുള്ള ആളാണ്. എനിക്ക് അവിടെ ഫാമിലി റൂട്ട്സ് ഒക്കെ ഉണ്ട്. അവിടെ ആരും തീവ്രവാദത്തെ അങ്ങനെ പ്രോത്സാഹിപ്പിക്കുന്നവരല്ല, അങ്ങനത്തെ കാഴ്ചപ്പാടുള്ളവരല്ല. എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും പ്രാധാന്യവും അല്ലെങ്കിൽ പ്രാതിനിധ്യവുമുള്ള പ്രദേശം കൂടിയാണ്. അവിടെ ഒരു പക്ഷേ രാഷ്ട്രീയ സംഘർഷങ്ങൾ ഒരു ഘട്ടത്തിൽ കൂടുതലായിരുന്നു എന്ന് അതിനെ തുടർന്ന് മറ്റേ ഉല്ലേഖിന്റെ പുസ്തകം വന്നപ്പോൾ കണ്ണൂരിനെ സംബന്ധിച്ച ആ വിഷയങ്ങൾ ചർച്ചയായി എന്ന് മാത്രം. അതിനപ്പുറത്തേക്ക് ഈ തീവ്രവാദം ഒരു വലിയ രാഷ്ട്രീയ വിഷയമായി BJP വരും ദിവസങ്ങളിൽ ഉയർത്തും. അതിന്റെ ഫോക്കസ് കൂടി കേരളത്തിലേക്ക് വരുന്നു എന്നതാണ് ഇതിൽ. തീർച്ചയായും അത് വ്യക്തമാക്കുന്ന പ്രതികരണം തന്നെയാണ് BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇലക്ഷൻ ചാനൽ ഇന്ന് ഈ തീവ്രവാദം എന്ന വിഷയം വീണ്ടും കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് വിഷയമായി മാറുന്നുണ്ടോ, രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരുന്നുണ്ടോ എന്ന് പരിശോധിക്കുന്നത്. എന്തായാലും അതിലേക്ക് ഡീറ്റെയിൽ ആയി പോകുന്നതിന് മുമ്പ് നമുക്ക് മറ്റു ചില ഡേറ്റകൾ കൂടി വളരെ പെട്ടെന്ന് പരിശോധിച്ചു പോകേണ്ടതുണ്ട്. ഏറ്റവും ഒടുവിൽ ആണ്, അതായത് 13 വർഷങ്ങൾക്ക് ശേഷമാണ് കൈവെട്ട് കേസിലെ പ്രതി അറസ്റ്റിലാകുന്നത്. അത് NIA ആണ് അറസ്റ്റ് ചെയ്തത്. അശുമന്നൂർ നൂലേലി മുടശ്ശേരി സവാദ് എന്ന വ്യക്തിയാണ് ഇന്ന് അറസ്റ്റിലായത്. ഒപ്പം അദ്ദേഹത്തിന്റെ ഡീറ്റെയിൽസിലേക്ക് പോയാൽ 13 വർഷം, ഒന്നും രണ്ടുമല്ല 13 വർഷത്തിന് ശേഷം ആണ് ഇങ്ങനെ, അതായത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേസിലെ പ്രതി 13 വർഷക്കാലം ഒളിവിൽ കഴിഞ്ഞു എന്നതാണ് എടുത്തു പറയേണ്ടത്. ഒപ്പം ഷാജഹാൻ എന്ന കള്ളപ്പേരിൽ ആണ് ഈ പ്രതി ഒളിവിൽ കഴിഞ്ഞത് എന്ന ഡേറ്റ് കൂടിയാണ് നമുക്ക് പ്രേക്ഷകരുമായി പങ്കുവെക്കേണ്ടത്. മരപ്പണി ഉൾപ്പെടെയുള്ള ജോലികൾ ചെയ്തുകൊണ്ടാണ് ഇദ്ദേഹം ഈ പ്രദേശത്ത് തുടർന്നു പോയത് എന്ന ഡേറ്റ് കൂടിയുണ്ട്. അതോടൊപ്പം തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായി നമുക്ക് പങ്കുവെക്കേണ്ടത് NIAയുടെ നീക്കം ആണ്. അതായത് മനു, ഈ NIA തീർച്ചയായും 13 വർഷമായി NIA ഇതിന് പിന്നാലെ ഉണ്ടായിരുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. മാത്രമല്ല ഈ സവാദിനെ ചൂണ്ടിക്കാണിക്കുന്നവർക്ക് പാരിതോഷികം അടക്കമൊക്കെ പ്രഖ്യാപിച്ചതാണ് അല്ലെ. തുടക്കത്തിൽ 4 ലക്ഷം, പിന്നീട് അത് 10 ലക്ഷമാക്കി ഉയർത്തി. 10 ലക്ഷമായി ഉയർത്തി, പാരിതോഷികം 10 ലക്ഷമായി ഉയർത്തിയിരുന്നു. അതുപോലെ തന്നെ ഇയാൾക്ക് വേണ്ടി പലതവണ ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരുന്നു. അപ്പൊ ഇങ്ങനെ ഒരു പ്രാദേശിക പോലീസ് സംവിധാനത്തെ അറിയിക്കാതെയാണ് സവാദിന് പിടികൂടിയത് എന്നുകൂടിയുണ്ട്. അല്ല, അത് സ്വാഭാവികമായും NIA ഇത്തരം നീക്കങ്ങൾ നടത്തുമ്പോൾ വളരെ രഹസ്യമായാണ് അവർ ഈ നീക്കങ്ങൾ നടത്താറുള്ളത്. ഇതിൽ നമുക്കറിയാം. പക്ഷേ അവിടുത്തെ ഒരു സിറ്റി കമ്മീഷണറെ ഈ വിവരം അറിയിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തിന് മാത്രം ആ വിവരം നൽകി. കാരണം ഏതെങ്കിലും തരത്തിൽ ഇത് ലീക്കായാൽ
സ്വാഭാവികമായി അത് വലിയ പ്രശ്നങ്ങൾക്ക് വഴിതെളിക്കും. അതുകൊണ്ട് തന്നെ സിറ്റി പോലീസ് കമ്മീഷൻ അല്ല, അതിൽ എടുത്തു പറയേണ്ടത് ഈ ഒരു ഘട്ടത്തിൽ കേരള പോലീസിലടക്കം തീവ്രവാദ സ്വഭാവമുള്ള ആളുകൾ ഉണ്ടായിരുന്നു എന്ന റിപ്പോർട്ടുണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഉദ്യോഗസ്ഥനെ നീക്കം ചെയ്തിട്ടുണ്ട്. അതെ അതെ. അപ്പോൾ എവിടെയെങ്കിലും ചോർന്നു പോയാലോ എന്ന സംശയം ഉണ്ടായിരുന്നിരിക്കാം കേന്ദ്ര ഏജൻസിക്ക്. സംശയമുണ്ടായത് മാത്രമല്ല, ഈ NIA ഈ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ഈ BJP സർക്കാർ ഒരു നിലപാടുണ്ട്, സീറോ ടോളറൻസ് ടു പിന്നെ ടെററിസം എന്ന നിലയിൽ ഒരു നിലപാട് സ്വീകരിക്കുക. NIA വളരെ വിപുലമായ റെയ്ഡുകൾ നടത്തുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആളുകളെ പിടികൂടുകയും ചോദ്യം ചെയ്യുകയൊക്കെ ചെയ്തതിൽ നിന്നാണ് ഇത് സംബന്ധിച്ച വിവരങ്ങൾ അവർക്ക് കിട്ടിയിട്ടുണ്ട്. അതായത് ഇത്തരം ഒരാൾ നിരീക്ഷണത്തിലായിരുന്നു, അത് പോലീസിന് പിടികൂടാൻ കഴിയാത്തൊരിടത്ത് NIA വന്ന് പിടികൂടുന്നു. അവരുടെ സംഖ്യ നമുക്കറിയാലോ, കേരളത്തിലായാലും വളരെ ചെറിയൊരു സംഖ്യയാണ്. പക്ഷേ അവർക്ക് വിവരങ്ങൾ ലഭിക്കുന്നു. അവർ മറ്റാരെയും അറിയിക്കാതെ സിറ്റി പോലീസ് കമ്മീഷണറെ അറിയിച്ചു എന്ന് മനസ്സിലാകുന്നുണ്ട്. പക്ഷേ അല്ലാതെ അതൊരു വിപുലമായ ആരെയും അറിയിക്കാതെ വളരെ രാത്രി വളരെ പെട്ടെന്ന് വന്ന് ഇയാളെ അറസ്റ്റ് ചെയ്യുന്നൊരു സാഹചര്യമാണ് ഉണ്ടായത്. റൈറ്റ്. എന്തായാലും ഇത്തരത്തിൽ കേരളത്തെ ഞെട്ടിച്ച ഒരു സംഭവത്തിലേക്ക് നയിക്കാനുണ്ടായ സാഹചര്യം എന്താണ്? സ്വാഭാവികമായും ഏതൊരു മതവിശ്വാസിക്കും നേരെയുണ്ടാകുന്ന അല്ലെങ്കിൽ അവരുടെ മതവിശ്വാസങ്ങളിൽ വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ നമ്മുടെ ഭരണഘടന എല്ലാ പൗരന്മാർക്കും സ്വാതന്ത്ര്യം നൽകുന്നുണ്ട്. അതോടൊപ്പം തന്നെ മറ്റ് മതസ്ഥരെ അവഹേളിക്കുന്ന തരത്തിലുള്ള പ്രവൃത്തികളിൽ വ്യാപൃതരാകരുത് എന്ന് നമ്മുടെ ഭരണഘടന ആഹ്വാനം ചെയ്യുന്നുണ്ട്. അങ്ങനെ വ്യാപൃതരായാൽ അതിന് നിയമ സംവിധാനങ്ങളിലൂടെ കടന്നു പോകാം. മറ്റൊരു മതത്തെ ആക്ഷേപിക്കുകയോ വിമർശിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ പുലർത്തേണ്ട സാമാന്യമായ മര്യാദ ലംഘിക്കപ്പെട്ടാൽ അത് കുറ്റകൃത്യമായി തന്നെ കണക്കാക്കുന്ന ഒരു രാജ്യമാണ് നമ്മുടേത്. അങ്ങനെ ഒരു രാജ്യത്ത് ആണ് അധ്യാപകൻ മതനിന്ദ നടത്തിയെന്ന് ആരോപിച്ചുകൊണ്ട് ആ അധ്യാപകന്റെ കൈപ്പത്തി വെട്ടിമാറ്റിയ സംഭവം ഉണ്ടാകുന്നത്. അത് പോപ്പുലർ ഫ്രണ്ട് എന്ന സംഘടനയുടെ നേതൃത്വത്തിൽ തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഒരു തീവ്രവാദ സ്വഭാവം ആ കൈവെട്ട് കേസിലുണ്ട് എന്ന് തിരിച്ചറിയുന്നത്. അതിന്റെ പശ്ചാത്തലത്തിലാണ് കേന്ദ്ര ഏജൻസി അടക്കം രംഗത്തേക്ക് എത്തിയത്. നമുക്ക് അതിന്റെ ഉത്ഭവം ഉൾപ്പെടെ ഉള്ള വിശദമായ വിവരങ്ങളിലേക്ക് കടക്കാം. 1993 ആണ് നാഷണൽ ഡെവലപ്മെന്റ് ഫ്രണ്ട് രൂപം കൊള്ളുന്നത്. പോപ്പുലർ ഫ്രണ്ടിന്റെ ഒരു ആദിമ രൂപം എന്ന് തന്നെ അതിനെ പറയാമല്ലോ മനു. അതെ, സ്വാഭാവികമായും ഇങ്ങനെ 1993 ഒരു പോപ്പുലർ ഫ്രണ്ടിന്റെ ഒരു ആദിമ രൂപം എന്ന രീതിയിലാണ് ഈ നാഷണൽ ഡെവലപ്മെന്റ് ഫ്രണ്ട് രൂപീകൃതം ആകുന്നത്. NDF ആദ്യഘട്ടങ്ങളിലൊക്കെ ഈ ന്യൂനപക്ഷ വിഭാഗത്തിന്റെ പ്രശ്നങ്ങൾ എന്ന തരത്തിലാണ് കാര്യങ്ങൾ വന്നത്. അവരുടെ അവകാശ പോരാട്ടങ്ങൾക്ക് എന്ന് വേണമെങ്കിൽ പറയാം. മനുഷ്യാവകാശ പ്രശ്നങ്ങൾ അത് അവരിൽ മാത്രം ഒതുങ്ങി നിന്നില്ല. അത് ദളിത്, ന്യൂനപക്ഷ, മാർജിനലൈസ്ഡ് സെക്ഷൻസ്, അതായത് പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗം, ദളിതർ, അങ്ങനെയൊക്കെ മൊത്തത്തിൽ പിന്നെ മുഖ്യധാരയിൽ വരേണ്ട ആളുകൾ, അതേസമയം മറ്റ് അവരുടെ സംഖ്യ കുറവായതുകൊണ്ടോ അല്ലെങ്കിൽ കാലങ്ങളായി നേരിടുന്ന അടിച്ചമർത്തലുകൾ കൊണ്ടോ ഒക്കെ പുറകോട്ട് പോയ ആളുകളെ കൂട്ടിയോജിപ്പിക്കുന്നു എന്ന തരത്തിൽ ഒക്കെയാണ് ഇത് ആദ്യഘട്ടത്തിൽ രൂപീകൃതമാകുന്നത്. പിന്നീടാണ് ഈ 2015 ഒക്കെ എത്തുമ്പോഴാണ് ഇത് കൂടുതൽ ശക്തി പ്രാപിച്ച് കൂടുതൽ കരുത്തുറ്റതായി മാറുകയും ഒക്കെ ചെയ്യുന്നത്. അതായത് 2007 എത്തുമ്പോഴാണ് പോപ്പുലർ ഫ്രണ്ട് എന്ന സംഘടന രൂപീകൃതമാകുന്നത് അല്ലെ? അതെ, 2007 പിന്നെ പോപ്പുലർ ഫ്രണ്ട് രൂപീകൃതമാകുന്നു. അന്ന് 3 സംഘടനകൾ ഒക്കെ ലയിച്ചാണ് ഇതുപോലെ ഒരു നീക്കം പോപ്പുലർ ഫ്രണ്ട്. സംഘടനകൾ ഏതൊക്കെയാണ് എന്ന് കൂടി നമുക്ക് പരിശോധിക്കാം. അതായത് NDF നേരത്തെ തന്നെ സൂചിപ്പിച്ചു കഴിഞ്ഞു. 1993 NDF രൂപീകൃതമായത്. പിന്നീട് വനിതാ നീതി പാസറൈ എന്ന സംഘടന, അതോടൊപ്പം തന്നെ കർണാടക ഫോറം ഫോർ ഡിഗ്നിറ്റി എന്ന സംഘടനകൾ, ഈ 3 സംഘടനകൾ ചേർന്നുകൊണ്ടാണ് പോപ്പുലർ ഫ്രണ്ട് രൂപീകൃതമാകുന്നത് എന്ന് തന്നെ നമുക്ക് പറയാം. അതോടൊപ്പം തന്നെ 2009 ഫെബ്രുവരി 15 കോഴിക്കോട് നടന്ന ദേശീയ രാഷ്ട്രീയ സമ്മേളനം, അതായിരുന്നല്ലോ ഇതിന്റെ ഒരു പിക്ചർ വ്യക്തമാക്കിയത് യഥാർത്ഥത്തിൽ മനു. അത് 2015 കോഴിക്കോട് ഒരു ദേശീയ 2009 ഫെബ്രുവരി 15 ഒരു ദേശീയ രാഷ്ട്രീയ സമ്മേളനം നടക്കുന്നു. അവിടെ മറ്റ് സംസ്ഥാനങ്ങളിൽ ഇപ്പൊ ആന്ധ്രാപ്രദേശിലെ പിന്നെ അസോസിയേഷൻ ഫോർ സോഷ്യൽ ജസ്റ്റിസ്, അതുകൂടി ആ സംഘടനയുടെ പേര് കൂടി ഒന്ന് പ്രേക്ഷകർക്ക് മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ്. ആന്ധ്രാപ്രദേശിലെ അസോസിയേഷൻ ഫോർ സോഷ്യൽ ജസ്റ്റിസ്, അതോടൊപ്പം തന്നെ ഗോവയിലെ സിറ്റിസൺസ് ഫോറം, ഇത്തരം സംഘടനകൾ എല്ലാം തന്നെ ഇതിന്റെ ഭാഗമാകുന്നു. മറ്റൊന്ന് രാജസ്ഥാനിലെ സോഷ്യൽ ആൻഡ് എഡ്യൂക്കേഷണൽ ഫോറം, പശ്ചിമ ബംഗാളിലെ നാഗരിക് അധികാർ സുരക്ഷാ സമിതി, മണിപ്പൂരിലെ ലിലോങ് സോഷ്യൽ ഫോറം എന്നിങ്ങനെയൊക്കെയുള്ള സംഘടനകൾ ഒക്കെ ഇതിന്റെ ഭാഗമാകുന്നു. പിന്നീട് വരുന്ന ഒരു വിഷയം, ഇതിന് എക്സ്റ്റേണൽ പുറത്തു നിന്നുള്ള ഫണ്ടിങ് വരുന്നു എന്ന ഒരു ആശയം പിന്നീട് ശ്രദ്ധയിൽപ്പെടുകയാണ്. അവിടെ മനു ഈ പറയുന്ന സംഘടനകൾ എല്ലാം യഥാർത്ഥത്തിൽ
പോപ്പുലർ ഫ്രണ്ട് എന്ന ആശയം മുന്നോട്ട് വെക്കുന്ന സംഘടനകളായിരുന്നു. അങ്ങനെ നമുക്ക് വിലയിരുത്താൻ പറ്റുമായിരുന്നു. അല്ല, സ്വാഭാവികമായും അന്ന് ഒരു പൊതു പ്രശ്നം എന്ന നിലയിൽ, അതായത് ന്യൂനപക്ഷങ്ങൾക്ക് നേരെ ഉള്ള പ്രശ്നങ്ങൾ, അവരുടെ മനുഷ്യാവകാശ വിഷയങ്ങൾ വേണ്ട രീതിയിൽ പരിഗണന ലഭിക്കുന്നില്ല, മറ്റു പലയിടങ്ങളിലും അവർ ആക്രമിക്കപ്പെടുന്നു, ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങളാണ് ഘട്ടത്തിലും ഈ ന്യൂനപക്ഷങ്ങൾ, ദളിത് വിഭാഗങ്ങൾ അവരുടെയൊക്കെ ഒരു പോരാട്ടത്തിന്റെ മുന്നിൽ നിൽക്കുന്ന പ്രസ്ഥാനം, അങ്ങനെ ഒരു ഏകീകൃത സ്വഭാവം ഉണ്ടാകണമെന്നതായിരുന്നു അജണ്ട. അതെ, യഥാർത്ഥത്തിൽ അജണ്ടയാണോ തെറ്റിദ്ധരിപ്പിച്ചതാണോ എന്ന് സംശയമില്ലേ? അതെ, അങ്ങനെ ഈ 2007 പിന്നെ ആ ഒരു യോഗത്തിന്റെ പേര് തന്നെ എംപവർ ഇന്ത്യ കോൺഫറൻസ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഫെബ്രുവരി 15-നും 16-നും ഒക്കെ ആയിട്ടാണ് ഇത് നടക്കുന്നത്. അപ്പോൾ എംപവർ ഇന്ത്യ, അപ്പോൾ ഇന്ത്യയെ ശക്തിപ്പെടുത്തുക എന്ന നിലയിൽ ഒക്കെ ആണ് ഇതിന്റെ പുറത്തേക്കുള്ള പ്രചരണങ്ങൾ വരുന്നത്. അത് പിന്നീടാണ് ഇതിന് പിന്നെ 2009 രാഷ്ട്രീയ മാനം കൈവരുന്നു. തുടർന്ന് ആ രാഷ്ട്രീയമായ നീക്കങ്ങളിലേക്ക് കൂടി കടക്കുന്നു. അപ്പം നേരത്തെ ഈ പിന്നെ ഇവർ മുന്നോട്ട് വയ്ക്കുന്ന ഒരു കാര്യം ഈ അഡ്വാൻസ്മെൻറ്റ് ആൻഡ് യൂണിഫോം ഡെവലപ്മെൻറ്റ് എന്നാണ്. എല്ലാ വിഭാഗങ്ങളുടെയും കൂട്ടായ നീക്കം എന്ന തരത്തിൽ, അത് മുസ്ലിംസ് ആയിക്കോട്ടെ, ദളിത്, പിന്നോക്ക വിഭാഗങ്ങൾ, SC ST, അങ്ങനെ കുറേ വിഭാഗങ്ങളെ പറയുന്നുണ്ട്. അപ്പോൾ ഷെയർ പവർ ഫെയർലി അമംഗ് ഓൾ സിറ്റിസൺസ് എന്നൊക്കെ ഉള്ള വാദങ്ങൾ, അതായത് ഈ അധികാരവും അതുപോലെ അവസരങ്ങളും എല്ലാ പൗരന്മാർക്കും തുല്യമായി വീതിച്ച് കിട്ടണം എന്നൊക്കെയുള്ള നിലപാടുകളുമായാണ് ഇത് വരുന്നത്. പിന്നീട് ഇതിന് രാഷ്ട്രീയമായ നീക്കങ്ങൾ ഉണ്ടാകുന്നു. അങ്ങനെ ഇത് കുറേ കൂടി ഒരു സാധാരണ ഒരു മനുഷ്യാവകാശ പ്രവർത്തനം എന്ന രീതിയിൽ ആദ്യം വരുന്നതെങ്കിൽ പിന്നീട് അത് രാഷ്ട്രീയമായി വരുന്നു. പിന്നെ അതിന് ചുവട് പിടിച്ചുകൊണ്ട് ഈ പുറത്തുനിന്ന് ഫണ്ടെത്തുന്നു. അതിന് ചുവട് പിടിച്ചുകൊണ്ട് ഈ അക്രമ പ്രവർത്തനങ്ങളിലേക്കും വിധ്വംസക പ്രവർത്തനങ്ങളിലേക്കും കടക്കുന്നതിന് എന്ന ആരോപണങ്ങൾ ഉയരുകയാണ്. ആ നിലയിൽ പ്രവർത്തനങ്ങൾ മാറുന്നു. എന്തായാലും ഈ ഒരു യോഗം അത്തരത്തിൽ വിവിധ സംഘടനകളെ ഒരുമിപ്പിച്ചു നിർത്തുന്നു. അതോടുകൂടിയാണ് ഈ സംഘടന കൂടുതൽ കരുത്താർജിക്കുന്നത്. അതിൻ്റെ ഭാഗമായി കേരളത്തിലടക്കം കൂടുതൽ പ്രവർത്തനങ്ങൾ നടത്തുന്നു. എന്തായാലും കേന്ദ്ര സർക്കാർ ഇതിൻ്റെ പ്രശ്നം അല്ലെങ്കിൽ പ്രതിസന്ധി ഇത് കേവലമായൊരു സംഘടനയല്ല, തീവ്രവാദ സ്വഭാവമുള്ള സംഘടനയാണ് എന്നും ഇതിലേക്ക് കൃത്യമായി ഫണ്ട് എത്തുന്നു എന്ന് തിരിച്ചറിയുകയും ഒക്കെ ചെയ്ത് നിരോധനം ഏർപ്പെടുത്തുന്നു. അത് 2022 സെപ്റ്റംബറിൽ ആണ്. PFI കേന്ദ്ര സർക്കാർ നിരോധിച്ചു. 8 അനുബന്ധ സംഘടനകളെയും ഇതോടൊപ്പം നിരോധിക്കുകയും ചെയ്തു. അന്ന് എനിക്ക് തോന്നുന്നു മനു, അതുമായി ബന്ധപ്പെട്ടൊരു പ്രതിഷേധം നടന്നത് തന്നെ കേരളത്തിലാണ് എന്ന് വേണമെങ്കിൽ പറയാം. ഇന്ത്യയിൽ തന്നെ മറ്റൊരിടത്തും അങ്ങനെ പ്രത്യക്ഷമായൊരു പ്രതിഷേധം നടന്നില്ല. അതെ, ഈ 2012 കേരള ഗവൺമെൻറ് തന്നെ ഈ അന്നത്തെ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ ഭാഗമായിട്ട് ഈ ഹൈക്കോർട്ടിൽ ഈ PFI എന്നത് ഒരു സിമിയുടെ മറ്റൊരു രൂപമാണ്, ബാൻഡായിട്ടുള്ള ഔട്ട്ഫിറ്റ് ആയ സിമിയുടെ മറ്റൊരു രൂപമാണ് എന്ന് കാണിച്ചുകൊണ്ട് ഒരു അഫിഡവിറ്റ് സമർപ്പിക്കുന്നു. അതിനുശേഷം 2 വർഷങ്ങൾക്ക് ശേഷം അത് വീണ്ടും ഹൈക്കോടതിയിൽ സമാനമായ മറ്റൊരു അഫിഡവിറ്റ് കൂടി വരുന്നുണ്ട്. അവിടെയെല്ലാം ഇത് ഈ ഒരു റാഡിക്കൽ നീക്കം, അതുപോലെ വർഗീയ ധ്രുവീകരണത്തിന് വേണ്ടി നടത്തുന്ന ഒരു സംഘടനയാണ് എന്ന തലത്തിൽ കേരള സർക്കാരിൻ്റെ നിലപാടുകളുണ്ട്. 2014 പിന്നെ സമാനമായി ഈ തേജസ്സുമായി ബന്ധപ്പെട്ട ഒരു കേസിൽ അവിടെയും ഈ അഫിഡവിറ്റ് കോടതിയിൽ വരുന്നുണ്ട്. അപ്പോൾ അവിടെയെല്ലാം സർക്കാർ ഇത് NDFൻ്റെ ഒരു ഭാഗമാണ് എന്ന തലത്തിൽ നിരവധി കമ്മ്യൂണൽ ആയിട്ടുള്ള അല്ലെങ്കിൽ വർഗീയമായിട്ടുള്ള പ്രശ്നങ്ങൾ ഇതിന് പുറകിൽ ഉണ്ട്. 27ഓളം കേസുകൾ ഉണ്ട്, 86 കൊലപാതക ശ്രമങ്ങളുണ്ട്, 106 വർഗീയ സംഘർഷങ്ങൾക്ക് സാധ്യത ഉള്ള സ്ഥലത്തിൽ ഇവർ ഇടപെട്ടിട്ടുണ്ട് തുടങ്ങിയ വളരെ വിപുലമായ അഫിഡവിറ്റുകൾ നൽകുകയാണ്. അപ്പോൾ ഇതിനൊക്കെ മാറുന്നത് പിന്നീട് ഈ നിരോധനം വരുന്നതോടുകൂടി. അപ്പോൾ നിരോധനം വരുമ്പോൾ പക്ഷേ അന്ന് ഇതിനെ മുസ്ലിം ലീഗ് ഉൾപ്പെടെ വളരെ വ്യാപകമായി സ്വാഗതം ചെയ്യുകയാണ് ചെയ്തത്. അവരാകെ ഉന്നയിച്ച ഒരു പരാതി, ഇത് ഒരു വിഭാഗത്തിൻ്റെ തീവ്ര സ്വഭാവമുള്ള സംഘടനകളെ മാത്രം നിരോധിക്കുന്നു, അതേസമയം ഇതേപോലെ മറ്റു മതങ്ങളുടെ തീവ്ര സ്വഭാവമുള്ള സംഘടനകളെ നിരോധിക്കണം എന്നൊരാവശ്യം മാത്രമേ അവർ ഉന്നയിക്കുന്നത്. അതായത് തീവ്രമായൊരു നിലപാട് വേണ്ട എന്ന് കേരളത്തിൽ മുസ്ലിം ലീഗും ഒക്കെ വളരെ നല്ലൊരു നിലപാട് സ്വീകരിക്കുകയും ചെയ്യുന്നു. ഇവർ രാജ്യവിരുദ്ധ പ്രവർത്തനമാണ് നടത്തുന്നത് എന്നുള്ളതായിരുന്നു കേന്ദ്ര സർക്കാരിന്റെ നിരീക്ഷണം. അവിടെ നിന്നാണ് യഥാർത്ഥത്തിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു രാഷ്ട്രീയം കേരളത്തിൽ കൂടുതൽ ചർച്ച ചെയ്യുന്നത് എന്ന് തോന്നുന്നു മനു. കാരണം ഈ സംഘടന നിരോധിക്കപ്പെട്ടതിന് ശേഷമുള്ള ചില വിശദാംശങ്ങൾ കൂടി എന്തായാലും പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാം. 2023 68 കേസുകൾ, 625 പ്രതികളെയാണ് ഇതുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തത്. 1040 അധികം റെയ്ഡുകൾ നടക്കുന്നു. മനു, ഒരുപക്ഷെ ഈ റെയ്ഡുകളും അറസ്റ്റും ഉൾപ്പെടെയുള്ള വാർത്തകൾ ഏറ്റവും ആധികാരികമായി റിപ്പോർട്ട് ചെയ്തത് ന്യൂസ് 18 തന്നെയാണ്.
അവിടെ ഈ പ്രതികൾ പിടിയിലാകുമ്പോൾ, റെയ്ഡുകൾ നടക്കുമ്പോൾ, സ്വത്ത് കണ്ടുകെട്ടുമ്പോൾ എല്ലാം പേരുകൾ വരുന്നത് കേരളത്തിൽ നിന്നുള്ള മലയാളി പേരുകളായിരുന്നു എന്നുള്ളതാണ്. അതെ, ഇതിൽ നിന്നും നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടത് കഴിഞ്ഞ വർഷം 957 റെയ്ഡുകളാണ് 2022 നടന്നത്. അതിൽ നിന്ന് കൂടുതലായാണ് 2023 ആകുമ്പോൾ അത് 1040 റെയ്ഡുകളായി NIA വർദ്ധിപ്പിക്കുന്നത്. 2022 625 പേരാണ് വിവിധ കേസുകളിലായി അന്ന് പ്രതികൾ ആയി ഉണ്ടായിരുന്നത്. അതേസമയം 2022 അത് 490 ആയിരുന്നു. അങ്ങനെ അതുപോലെ 47 പേരോളം ഇവിടെ നിന്ന് മുങ്ങിയതായും ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തനങ്ങളിൽ മുങ്ങിയതായും ഒക്കെ വിവരമുണ്ട്. ഇതിൽ 114 പേരുടെ അറസ്റ്റ് ഈ ജിഹാദി ടെറർ കേസുമായി ബന്ധപ്പെട്ടതാണ്. പിന്നെ 513 പേരെ സംബന്ധിച്ചിടത്തോളം 2023 അറസ്റ്റ് ചെയ്തവർ വളരെ ഗുരുതരമായ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടവരായിരുന്നു. പിന്നെ അതിനുശേഷമാണ് ഈ വലിയ തോതിൽ ഇവരിൽ നിന്ന് ധനം പിടിച്ചെടുക്കുന്ന ഇവരുടെ ഫണ്ടുകളെ കുറിച്ചൊക്കെയുള്ള അന്വേഷണം നടത്തുന്നത്. ഞാനിതിൻ്റെ മറ്റൊരു രാഷ്ട്രീയ വശം പറഞ്ഞു വരുമ്പോൾ എല്ലാ ഘട്ടങ്ങളിലും ഇതിപ്പോൾ തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസിനെ, പ്രത്യേകിച്ച് ഈ SDP-യുമായും ഒക്കെ പല ബന്ധങ്ങൾ ഉണ്ട് എന്ന ആരോപണം BJP പല ഘട്ടങ്ങളിൽ ഉന്നയിക്കുന്നു. അത് പ്രത്യേകിച്ച് കർണാടകത്തിൽ ഈ വിഷയം വലിയ തോതിൽ ചർച്ചയായിരുന്നു. 2013 അവിടുത്തെ ലോക്കൽ ഇലക്ഷനിൽ ഇവർ മത്സരിക്കുന്നതൊക്കെ കോൺഗ്രസിൻ്റെ പിന്തുണയോടുകൂടിയാണെന്ന ആരോപണം BJP ഉന്നയിക്കുന്നു. അത് കർണാടകയിൽ BJPക്ക് ഒരു കരുത്ത് വർദ്ധിപ്പിക്കാൻ ആ കാലഘട്ടത്തിൽ വലിയ തോതിൽ സഹായിച്ചു. 2028 അവർ 121 സീറ്റുകൾ അവിടുത്തെ താഴെത്തട്ടിലുള്ള തദ്ദേശ സ്ഥാപനങ്ങളിൽ ജയിക്കുന്നു. അതുപോലെ 2021 ആകുമ്പോഴേക്കും അവിടുത്തെ ലോക്കൽ കൗൺസിലുകളിലായ ഉടുപ്പിയിൽ 3 സീറ്റുകൾ പിടിച്ചെടുക്കുന്നു. ഈ ദക്ഷിൺ കന്നഡ ജില്ലയിൽ SDP-ക്ക് കുറെ കൂടെ കരുത്ത് വരുന്നു. അങ്ങനെയൊക്കെയുള്ള വിഷയങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വലിയ രാഷ്ട്രീയ ക്യാമ്പയിൻ BJP നടത്തിയിരുന്നു. പ്രത്യേകിച്ച് ഈ മൈസൂർ ലോക്സഭാ സീറ്റിലും അതുപോലെ ഈ നരസിംഹരാജ് സീറ്റിലുമൊക്കെ ഇവർ തമ്മിൽ കോൺഗ്രസും അതുപോലെ SDP-യും തമ്മിൽ ഐക്യമുണ്ട് എന്നൊക്കെയുള്ള വലിയ ആരോപണങ്ങൾ കഴിഞ്ഞ കാലങ്ങളിലെല്ലാം BJP ഉന്നയിച്ചു. അപ്പോൾ 2024 തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഈ അറസ്റ്റുകൾ ഇനിയും തുടരെ ഉണ്ടാകും. അതിനുള്ള വിപുലമായ നീക്കം NIA-യുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകും. അത് തീവ്രവാദം ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഒരു പ്രധാന ചർച്ചാ വിഷയമായി ഉരുത്തിരിഞ്ഞു വരും എന്നതാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്. അതോടൊപ്പം മറ്റൊരു ഡേറ്റയിലേക്ക് കൂടി പോകുമ്പോൾ 2022 തന്നെ പോപ്പുലർ ഫ്രണ്ടുമായി ബന്ധപ്പെട്ട് 10.53 കോടി രൂപ വിലമതിക്കുന്ന 37 വസ്തുവകകൾ കണ്ടുകെട്ടിയിരുന്നു എന്നുള്ളതാണ്. ഇത് 2022 ആണ് എങ്കിൽ 2023 എത്തുമ്പോൾ അത് 55.9 കോടി രൂപയുടെ വസ്തുവകകൾ ആണ് കണ്ടുകെട്ടിയത്. 156 ബാങ്ക് അക്കൗണ്ടുകൾ ഉൾപ്പെടെ ആണ് ഇതിൽ വരുന്നത്. അതായത് വളരെ വിപുലമായ ഈ തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി വലിയ ഫണ്ടിംഗ് ഉണ്ടായിരുന്നു എന്ന് വ്യക്തമാക്കുന്നതാണല്ലോ ഇത്, മനു. ഇതിൻ്റെ ഒരു വേറൊരു വശം, അതായത് ഇതിനെ നിയന്ത്രിക്കാനുള്ളൊരു വഴി ഇതിൻ്റെ ഫണ്ട് തടയുക എന്നത് തന്നെയാണ്. ഈ തീവ്രവാദ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട ഫണ്ട് തടയുക, അത് നിരീക്ഷിക്കുക എന്നത് ഒരു വലിയ നീക്കമായി കേന്ദ്ര സർക്കാർ എടുക്കുകയാണ്. അതിൻ്റെ ഭാഗമാണ് 2022 2023 ഇതുപോലുള്ള വലിയ നീക്കങ്ങൾ നടത്തുകയും ഇവരുടെ സ്വത്ത് കണ്ടുകെട്ടുകയും ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ 2022 37 വസ്തുവകകളാണ് ഇതുമായി ബന്ധപ്പെട്ട് എടുക്കുന്നത്. അത് 2024 ആകുമ്പോഴേക്കും നോക്കൂ 240 എത്തുന്നു. ആ 156 ബാങ്ക് അക്കൗണ്ടുകൾ വളരെ ഇതുമായി ബന്ധപ്പെട്ടതാണ് എന്ന് കണ്ടെത്തുന്നു. അത് നിയന്ത്രണത്തിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമം നടത്തുന്നു. അതുപോലെ ഈ UAPA വകുപ്പുകൾ വളരെ ശക്തമായി ഇതിലേക്ക് കൊണ്ടുവരാനും ഇവർക്കെതിരെ നടപടിയെടുക്കാനും ഒക്കെയുള്ള ശ്രമം. ഏതായാലും NIA പറയുന്നത് കഴിഞ്ഞ കാലങ്ങളിൽ അവർക്ക് 94.7% കൺവിക്ഷൻ റേറ്റ് ഉണ്ടെന്നാണ്. അതായത് ഈ പിടികൂടി വരുന്ന കേസുകളിൽ പ്രതികൾക്ക് ശിക്ഷ ലഭിക്കുന്നു. എല്ലാ പ്രതികൾക്കുമല്ല, അതിൽ ഉൾപ്പെട്ട ആളുകൾക്ക് ശിക്ഷ ലഭിക്കുന്ന ഒരു സാഹചര്യം കൂടുതലായി വരുന്നു. അത് 94.7%. കോടതികളെ കൂടി അത് ബോധ്യപ്പെടുത്താൻ അവർക്ക് കഴിയുന്നു. ഈ ചാർജ് ഷീറ്റുകൾ കഴിഞ്ഞ വർഷം അത് 513 അത് 79 എണ്ണം അവർക്ക് വിചാരണ പൂർത്തിയാക്കാൻ കഴിഞ്ഞു എന്നാണ് അവരുടെ നിലപാട്. എന്തായാലും സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ നടന്നിട്ടുള്ള തെരഞ്ഞെടുപ്പുകളിൽ തീവ്രവാദം എന്നത് പലപ്പോഴും വിഷയമായിരുന്നു. എന്നാൽ അത് അത്രത്തോളം കേരളത്തെ ബാധിക്കാറില്ല. എന്നാൽ ഏതാനും നാളുകളായി കേരളത്തിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പുകളിലും തീവ്രവാദം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഉയർന്നു വരാറുണ്ട്. ഇതാ 2024 പൊതു തെരഞ്ഞെടുപ്പിന് ഇനി മാസങ്ങൾ മാത്രമാണ് ശേഷിക്കുന്നത്. അതിനിടയിലാണ് 2010 കൈവെട്ട് കേസിലെ പ്രധാന പ്രതി പിടിയിലാകുന്നത്. അതും 13 വർഷത്തിന് ശേഷം കണ്ണൂരിൽ നിന്ന്. അവിടെയാണ് BJP പറഞ്ഞു വെക്കുന്നത് തീവ്രവാദികൾക്ക് ഏറ്റവും സുരക്ഷിതമായി താമസിക്കാൻ പറ്റുന്ന ഇടമാണ് കേരളം എന്ന്.
സ്വാഭാവികമായും തീവ്രവാദം അടുത്ത തെരഞ്ഞെടുപ്പിലും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയങ്ങളിൽ ഒന്നാകും എന്നതിൽ തർക്കമില്ല. അതിൻ്റെ സൂചന തന്നെയാണ് ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞ വാക്കുകൾ. ദ ഇലക്ഷൻ ചാനൽ പൂർണ്ണമാകുന്നു. നമസ്കാരം.